ലാസറസ് ഈശോയെ അനുമോദിച്ച് സംസാരിക്കുന്നു. ഓ, അങ്ങ് പോകുന്നത് കാണുവാൻ എനിക്ക് വിഷമമാണ്. എന്നാൽ 2 ദിവസം മുമ്പാണ് പോയിരുന്നതെങ്കിൽ എൻ്റെ ദുഃഖം ഇതിലും വലുതാകുമായിരുന്നു. എന്തുകൊണ്ടാണ് ലാസറസേ? കാരണം നീ വളരെ ക്ഷീണിതനും ദുഃഖിതനുമായി കാണപ്പെട്ടു. നീ ഒന്നും പറഞ്ഞില്ല, പുഞ്ചിരിയും ഉണ്ടായിരുന്നില്ല. ഇന്നലെയും ഇന്നും നീ വീണ്ടും എൻ്റെ കരുണയേറിയ വിശുദ്ധ ഗുരുവായിട്ടാണ് കാണപ്പെടുന്നത്. അതെന്നെ സന്തോഷവാനാക്കുന്നു. ഞാനൊന്നും സംസാരിച്ചില്ലെങ്കിലും അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ശരിയാണ്, എന്നാൽ നീ പ്രശാന്തതയും വചനവുമാണ്. അതാണ് ഞങ്ങൾ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഉറവകളിൽ നിന്ന് ഞങ്ങൾ കുടിക്കുന്നു. ആ ഉറവകൾ പറ്റിപ്പോയതുപോലെ തോന്നി. ഞങ്ങളുടെ ദാഹം എത്ര വേദനാജനകമായിരുന്നു. പുറം ജാതികൾക്കും വിസ്മയം തോന്നി, കാരണം അവരും ആ ഉറവകൾ അന്വേഷിച്ചാണ് വന്നത്. സബദിയുടെ പുത്രൻ ജോൺ കരയോത്തുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ യൂദാ ധൈര്യം പൂണ്ട് പറയുന്നു, ശരിയാണ്, എന്നോടും അവൻ അന്വേഷിച്ചു. കാരണം നിന്നെ തേടി ഞാൻ പല പ്രാവശ്യം അന്റോണിയായിൽ ചെന്നിരുന്നു. ഞാൻ എവിടെയാണെന്ന് നിനക്കറിയാമായിരുന്നല്ലോ, ഈശോ ചുരുക്കമായി പറഞ്ഞു. എനിക്കറിയാമായിരുന്നു, എന്നാൽ ഞാൻ വിചാരിച്ചത് നിന്നെ തേടി നടന്നവരെ നീ നിരാശപ്പെടുത്തുകയില്ലെന്നാണ്. റോമാക്കാർക്കും നിരാശയായി പോയി. എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നോട് നീ ചോദിക്കുകയാണോ? സൻഹൃദീൻ സഭയും പ്രീശരും മറ്റു പലരും എന്നോട് എങ്ങനെയുള്ള മനോഭാവത്തിലാണെന്ന് നിനക്കറിവില്ലേ? എന്ത്, നിനക്ക് ഭയമായിരുന്നെന്നോ? എനിക്ക് അറപ്പായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ തനിയെ ആയിരുന്നപ്പോൾ ലോകം മുഴുവനും എനിക്കെതിരും ഞാൻ ഒറ്റയ്ക്കും. ഞാൻ പ്രവാചകനാണോ എന്നുപോലും ലോകം അറിയാതിരുന്ന സമയത്ത് എനിക്ക് പേടിയൊന്നുമില്ലെന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു. അന്നത്തെ ആ തൻ്റെ ഇടത്തിൻ്റെ ഒരു നേട്ടമായിരുന്നു നീ. എനിക്കെതിരെ കൂക്കി വിളിക്കുന്ന ലോകം മുഴുവനുമെതിരായി ഞാൻ പ്രസംഗിച്ചു. ദൈവസ്വരം വിസ്മരിച്ചു പോയ ഒരു ജനത്തെ ആ സ്വരം ഞാൻ കേൾപ്പിച്ചു. ദൈവ അനുഭവത്തിൽ ഉണ്ടായിരുന്ന പദാർത്ഥപരമായ അഴുക്കെല്ലാം നീക്കി അതിനെ വെടിപ്പാക്കി അതിൽ കുടിയിരുന്ന ധാർമ്മിക മാലിന്യങ്ങൾ നീക്കാൻ കഴിയുമെന്ന് എനിക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു താനും. മനുഷ്യരുടെ ഭാവി എനിക്ക് അജ്ഞാതമല്ല, എന്നാൽ എൻ്റെ കടമ ഞാൻ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. നിത്യനായ കർത്താവിൻ്റെ ഭവനം തട്ടിപ്പുകാര്, പിടിച്ചുപറിക്കാര്, കള്ളന്മാര് ഇത്യാദി ആളുകളുടെ വിളയാട്ടത്തിനുള്ള സ്ഥലമാക്കി തീർത്തത് കണ്ടപ്പോൾ ദൈവഭവനത്തെക്കുറിച്ചുള്ള എൻ്റെ തീഷ്ണത കൊണ്ട് ഞാൻ അത് ചെയ്തു. അനേകം നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്ന പുരോഹിതരുടെ അശ്രദ്ധ മൂലം ജനം മന്ദതയിലാണ്ടുപോയി. അതിൽ നിന്നവരെ ഉണർത്താൻ അത്യാവശ്യമായിരുന്നു. എൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു രോദനമായിരുന്നു അത്. ഇക്കൊല്ലം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. എന്നാൽ ദേവാലയം അന്നത്തേതുപോലെ തന്നെയാണെന്ന് ഞാൻ കാണുന്നു. കുറെ കൂടെ മോശമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ അത് കള്ളന്മാരുടെ ഗുഹ മാത്രമല്ല, അത് കുതന്ത്രങ്ങളുടെ ആസ്ഥാനമായിരിക്കുന്നു. പിന്നീട് ആക്രമത്തിൻ്റെ കേന്ദ്രമായി തീരും. പിന്നീട് അത് വേശ്യാലയമാകും. അവസാനം സാംസനേക്കാൾ ശക്തിയുള്ള എതിരാളികളാൽ നശിപ്പിക്കപ്പെടും. വിശുദ്ധ ജനമെന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ലാത്ത ഒരു ജനതയെ ഞെരിച്ച് ഇല്ലായ്മയാക്കും. ആ സ്ഥലത്ത് സംസാരിക്കുന്നത് നിഷ്ഫലമാണ്. അവിടെ സംസാരിക്കരുതെന്ന് എന്നെ വിലക്കിയിട്ടുള്ള കാര്യവും നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. വിശ്വാസമില്ലാത്ത ജനത, വിഷം നിറഞ്ഞ നേതാക്കൾ ദൈവഭവനത്തിൽ സംസാരിക്കുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തെ തടയാൻ ധൈര്യപ്പെടുന്നു. എനിക്ക് വിലക്ക് കൽപ്പിച്ചു. ഏറ്റവും താഴ്ന്നവരെ പ്രതിയാണ് ഞാൻ മൗനം അവലംബിച്ചത്. എന്നെ കൊല്ലുവാൻ ഇനിയും സമയമായിട്ടില്ല. അനവധി ആളുകൾക്ക് എന്നെ ആവശ്യമുണ്ട്. എൻ്റെ സന്താനത്തെ, അതായത് ലോകത്തെ തങ്ങളുടെ കരങ്ങളിൽ വഹിക്കാൻ അപ്പസ്തോലന്മാർ ശക്തരായിട്ടുമില്ല. അമ്മ, കരയാതിരിക്കൂ. എനിക്കറിയാവുന്ന സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയേണ്ടി വരുന്നത്, എൻ്റെ നല്ല അമ്മ ഈ മകനോട് ക്ഷമിക്കും. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവർ ചതിയിൽപ്പെടാൻ ഇടയുണ്ട്. ഞാൻ മൗനമായിരുന്നു കൊള്ളാം, എന്നാൽ ദൈവം മൗനമായിരിക്കാൻ കാരണമാകുന്നവർക്ക് ഹാ കഷ്ടം. അമ്മേ, കരയാതിരിക്കൂ. മാർജിയാം, കരയരുത്, ദയവായി ആരും കരയരുതേ. എന്നാൽ എല്ലാവരും വളരെ വിഷമിച്ച് ദുഃഖത്തോടെ കരയുകയാണ്. യൂദാസ് ചുവപ്പും മഞ്ഞയും വരെയുള്ള കുപ്പായത്തിൽ മൃതനായവനെ പോലെ വിളറിയിരിക്കുന്നു. എന്നാലും സംസാരിക്കാൻ ധൈര്യപ്പെട്ട് ഏറ്റവും നികൃഷ്ടമായ മോങ്ങൽ പോലുള്ള ഒരു സ്വരത്തിൽ പറയുന്നു, ഗുരുവേ, എന്നെ വിശ്വസിക്കൂ. എനിക്ക് വിസ്മയവും ദുഃഖവുമുണ്ട്. നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദേവാലയത്തിലെ ഒറ്റ ഒരുത്തനെ പോലും ഞാൻ കണ്ടിരുന്നില്ല എന്നത് സത്യമാണ്. ഞാൻ എല്ലാവരോടുമുള്ള സമ്പർക്കമെല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ്. എങ്കിലും നീ ഇങ്ങനെ പറയുന്നെങ്കിൽ അത് ശരിയായിരിക്കണം. യൂദാസേ, നീ സാദോക്കിനെയും കണ്ടില്ല അല്ലേ? യൂദാസ് തലയും കുനിച്ചിരുന്ന് പിറുപിറുക്കുന്നു. അവനൊരു സ്നേഹിതനാണ്. അങ്ങനെയാണ് ഞാൻ അവനെ കണ്ടത്, അല്ലാതെ ദേവാലയത്തിലെ ഒരുവനായിട്ടല്ല. ഈശോ അയാൾക്ക് മറുപടി നൽകുന്നില്ല. ഐസക്കിൻ്റെയും എൻഡോറിലെ ജോണിൻ്റെയും നേർക്ക് തിരിഞ്ഞ് അവരുടെ ജോലിയെക്കുറിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ സമയം സ്ത്രീകൾ കരയുന്ന മേരിയെയും മേരി കരയുന്നത് കണ്ടുകൊണ്ട് കരയുന്ന ബാലനെയും ആശ്വസിപ്പിക്കുകയാണ്. ലാസറസിനെയും അപ്പസ്തോലന്മാർക്കും ദുഃഖം തന്നെ. എന്നാൽ ഈശോ അവരുടെ അടുത്തേക്ക് വരുന്നു. കരുണാപൂർവ്വം പുഞ്ചിരി തൂങ്ങിക്കൊണ്ടാണ് വരുന്നത്. അമ്മയെ ആശ്ലേഷിച്ചുകൊണ്ടും ബാലനെ തലോടിക്കൊണ്ടും പറയുന്നു, ഇപ്പോൾ ഞാൻ യാത്ര പറയുകയാണ്. കാരണം നാളെ പുലർച്ചെയാകുമ്പോൾ തന്നെ ഞങ്ങൾ പോകും. ലാസറസേ, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. മാക്സിമിനുസേ, ജോസഫേ, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എൻ്റെ അമ്മയോടും ശിഷ്യരോടും കാണിച്ച ബഹുമാനത്തിന് ഞാൻ നന്ദി പറയുന്നു. ലാസറസേ, എല്ലാറ്റിനും നന്ദി. എൻ്റെ പേരിൽ മാർത്തായ്ക്ക് ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹം നൽകും. ഞാൻ താമസിയാതെ തിരിച്ചു വരും. അമ്മേ, വരൂ, അല്പം വിശ്രമിക്കൂ. നിങ്ങളും മേരി സലോമി വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വരൂ. തീർച്ചയായും ഞങ്ങളും വരികയാണ്. 2 മേരിമാരും ഒരുമിച്ച് പറയുന്നു. കൊള്ളാം, ഇനി കിടക്കാം. എല്ലാവർക്കും സമാധാനം. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കൈ ഉയർത്തി ആശീർവദിച്ച ശേഷം ബാലൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയെ ആശ്ലേഷിച്ചുകൊണ്ടും പുറത്തേക്ക് പോകുന്നു. ബെഥനിയിലെ താമസം അവസാനിച്ചു.